ഐഡിയ ഫാമേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐഡിയ ഫാമേഴ്സ് ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും, അതായത് എയർ കണ്ടീഷൻ സെറ്റ് ചെയ്ത ഫാമുകൾ, ബ്രോയിലർ ഫാം. പൊതുവെ വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാ ബ്രോയിലർ ഫാമും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഓരോ വർഷം കഴിയുന്തോറും ചൂട് കൂടി വരികയാണ്. അപ്പോൾ ഈ ഒരു എയർ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഫാം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു ഫാമാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഫാമിൽ പോയിട്ട് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫാം റൺ ചെയ്യുന്ന ആളെ നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഫിറോസ് എന്നാണ് പേര്. നമ്മുടെ ഗ്രൂപ്പിലേക്കുള്ള ആളാണ്. അപ്പോൾ ഫിറോസിന്റെ ഇത് റൺ ചെയ്യുന്നത്. നമുക്ക് നേരെ ഉള്ളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, നമ്മളെ പുറത്തുനിന്ന് ഇതിന്റെ അകത്തേക്ക് കയറിയപ്പോൾ നല്ല എന്താ പറയാ, ഭയങ്കര പ്രത്യേകിച്ച് വയനാട്ടിൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ ചുരം ഇറങ്ങിയപ്പോൾ തന്നെ ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ പുറത്തുനിന്ന് ശരിക്കും നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിന്റെ ഉള്ളിലെത്തിയപ്പോൾ നല്ല തണുപ്പ്, നല്ല കൂളിംഗ് ആണ്. അത് നമുക്ക് മാത്രമല്ല, ഇവിടെയുള്ള കോഴികളെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു ക്ലൈമറ്റില് എന്താ പറയാ, മറ്റൊരു സ്ഥലത്തൊക്കെ ഫാമിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബഹളായിരിക്കും. ചൂടുണ്ട്, ഭയങ്കര സൗണ്ടും വളരെ സൈലന്റ് ചിട്ടയോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എത്രാമത്തെ ദിവസമാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നത്? അതായത് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ എയർ കണ്ടീഷൻ നമുക്ക് ഫസ്റ്റ് ടൈം എന്തായാലും വേണ്ട, ബ്രൂഡിങ് കഴിഞ്ഞ ശേഷം. അതായത് സ്റ്റാർട്ടിങ്ങില് 12 ദിവസം നമ്മൾ ബ്രൂഡിങ് ചെയ്യാം. 12 ദിവസം ബ്രൂഡിങ് കൊടുത്തതിന് ശേഷമാണ് നമ്മള് കൂളർ ഓപ്പൺ ആക്കി. അപ്പൊ ആ 12 ദിവസത്തിന് മുമ്പ് ഈ കർട്ടനൊക്കെ പൊക്കിയിട്ടുണ്ട്. കർട്ടൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചിക്സ് വരുമ്പോ തന്നെ പൊക്കി വെക്കും. കാരണം ബ്രൂഡിങ് ചൂട് പുറത്ത് പോകാൻ പാടില്ലല്ലോ. അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫാൻ മൊത്തത്തിൽ ഓൺ ആക്കൂല. അത് ചെറിയ ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫാൻ ഓട്ടോമാറ്റിക് ഒറ്റ ഫാൻ. അതെന്താ ചോദിച്ചാല്, ടെമ്പറേച്ചർ നമ്മൾ പാനൽ ബോർഡാണ്. അപ്പൊ അതിമ സെറ്റ് ചെയ്യുന്ന സമയത്ത് 33 അല്ലെങ്കിൽ 35 ഡിഗ്രിനുള്ളിലാണ് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക. അപ്പൊ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാല്, ചൂട് കൂടുതൽ കഴിഞ്ഞാൽ കോഴിക്കുട്ടിക്ക് പ്രശ്നമാണ്. അപ്പൊ അതിന് വർക്ക് ചെയ്യാന് രണ്ടാം ദിവസം ഒരു ഫാൻ ഓട്ടോമാറ്റിക്. പിന്നെ കൂടുതലനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 ഫാൻ ഓട്ടോമാറ്റിക് വെക്കും. 12 ദിവസം ബ്രൂഡിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കൂളിംഗ് തുടങ്ങും. അതേപോലെ തന്നെ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യും, ഒരു 14 ദിവസം കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് എല്ലാ സമയത്തും ഒരേ ടെമ്പറേച്ചർ ആണ് മാറ്റം. 12 ദിവസം കഴിഞ്ഞാല് പിന്നെ നമ്മളെന്ത് ചെയ്യും, ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കും. അത് 13-14 ദിവസം കഴിഞ്ഞാല് ഒരു ഡിഗ്രി കുറക്കും. അങ്ങനെ കുറച്ച് 20, 24 വരെ ലാസ്റ്റ് ടെമ്പറേച്ചർ വരിക. 38-ാം ദിവസമാണ് 24 ഡിഗ്രി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ 3-4 ദിവസം കഴിയുന്നതനുസരിച്ച് ഓരോ ഡിഗ്രി കുറച്ച് കൊണ്ടുവരാൻ ചെയ്യാം. അപ്പൊ ലാസ്റ്റിക്ക് വരുമ്പോഴേക്കും ഒരു 24 ഡിഗ്രി ഉള്ളിൽ ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പൊ കൂളിംഗ് ആയി. നമ്മളൊരു ഊട്ടിയിലൊക്കെ പോയാൽ പോലെ ക്ലൈമറ്റ് ആണ്. ഫുൾ ഡേ, അതായത് നൈറ്റും ഒക്കെ പിന്നെ ഫുൾ ടൈം ഓൺ ആയി തന്നെ ഉണ്ടാവുക, അല്ലെങ്കിൽ നൈറ്റ് ആവുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യോ? ഇല്ല, അതായത് പിന്നെ ഈ രാത്രി സമയങ്ങളിൽ ചിലപ്പോൾ നല്ല മഞ്ഞുള്ള സമയം ഉണ്ടാവും. ഈ മഞ്ഞുള്ള സമയത്ത് നമ്മൾ കൂളിംഗ് പാഡ് ഓൺ ആക്കൂല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കൂളിംഗ് പാഡ് ഓഫ് ആക്കി ഫാന് കണ്ടിന്യൂ വർക്ക് ചെയ്യും. ഫാന് നമ്മൾ പോയി പിടിക്കുന്ന ഒരേ വർക്കിംഗ് ആയിക്കോട്ടെ. അപ്പൊ കൂടുതൽ തണുപ്പ് വന്നു കഴിഞ്ഞാൽ വെള്ളം കൂടിന്റെ പ്രശ്നം, അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. തണുപ്പുള്ള സമയത്ത് നമ്മള് പൊതുവേ ഞങ്ങള് മലപ്പുറം ഭാഗത്ത് ചൂട് കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറുമ്പോ അതിന്റെ അവസ്ഥ, നമ്മൾ വയനാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ പുറത്തുനിന്ന് ഉള്ളിൽ കയറേണ്ട അവസ്ഥ അറിയാം. അപ്പൊ രാത്രി തണുപ്പുള്ള സമയങ്ങളിൽ ഞങ്ങളിത് ഓഫ് ആക്കും, കൂളിംഗ് പാഡ്. അല്ലെങ്കിൽ നോർമലി വർക്ക്. അതായത് അപ്പൊ നമുക്ക് ഈ ഒരു കൂളിംഗ് ആവശ്യമുണ്ട്, ഇത് എടുക്കുകയും ചെയ്യാം. എന്നാലും ആ ഫാൻ മാത്രം അങ്ങനെ ഉപയോഗിക്കാം. അതായത് അപ്പൊ നമുക്ക് കൂളിംഗ് വർക്ക് ചെയ്യാത്ത സമയത്ത് ഇതിൽ അമോണിയ മൊത്തം ഫാൻ വലിക്കും. അത് സ്മെല്ലോ എന്തെങ്കിലും വിഷയം ഇപ്പൊ കണ്ടാൽ അറിയാം. സ്മെല്ലോ കാര്യങ്ങളോ, കോഴിനെ കാണുമ്പോ നല്ല വൃത്തിയാ, നല്ല വൃത്തിയുള്ള കോഴികളാ. സൗണ്ട് ഒന്നുമില്ലല്ലോ, നല്ല വൃത്തി, സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫിറോസ്, ഒരു കാര്യം കൂടി ചോദിക്കാമല്ലോ. ഇവിടെ വന്നപ്പോൾ ഒരു ഡൗട്ടാണ്. അവിടെ നമുക്ക് എത്ര ഒരു 6 ഫാൻ അല്ലേ? അതെ, 6 ഫാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വേറെ മെഷീനറീസ് ഒന്നും കാണുന്നില്ല. ഈ തണുപ്പുണ്ട്, ഇതിന്റെ ഒരു വർക്കിംഗ് അതൊരു ചോദ്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാല്, ശരിക്കും ഇത് കൂളിംഗ് പാഡാണ്.
ഇതാണ് കൂളിംഗ് പാഡ്. ഇതില് വെള്ളം ഇതിനുള്ള കൂടെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ എയറിനെ മാത്രം അങ്ങോട്ട് വലിക്കുക എന്നുള്ളൊരു പ്രവർത്തനം മാത്രമേ ഉള്ളൂ ഫാനിന്. അപ്പൊ ഈ വെള്ളം എങ്ങനെ വരും ചോദിച്ചാൽ ഇതിന്റെ ബാക്കിൽ ഒരു ടാങ്ക് ഉണ്ട്. ഈ അതെ ബാക്ക് സൈഡില് ഈ ടാങ്കിന്ന് ഇതിനുള്ളിലേക്ക് വെള്ളത്തിന് എങ്ങനെ സ്പ്രേ ചെയ്യാം. അത് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. 1 മിനിറ്റ് ആക്കാം, അരമണിക്കൂറാക്കാം, എത്ര ടൈമർ ഉണ്ട് ഇതിന് പാനൽ ബോർഡിന്. അപ്പൊ ചൂട് കൂടനുസരിച്ച് നമുക്ക് പെട്ടെന്ന് കൂളിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്താൽ മതി. അപ്പൊ അത്രയും ലോങ്ങുള്ള ഫാൻ വലിച്ചെടുക്കും. അത് വലിക്കും. കാരണം 22,500 ഒരു ഫാനിന്റെ കപ്പാസിറ്റി. അതായത് 1.5 HP മോട്ടറാണ് ഓരോ ഫാനും. അത് കപ്പാസിറ്റിന്റെ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് പിന്നെ നമ്മളെ സെറ്റ് ചെയ്യുന്ന സമയത്ത് മുംബൈന്ന് ബാല എന്നൊരു കമ്പനീന്റെ ടീംസാണ് നമുക്കത് വന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവര് പറഞ്ഞ ഓരോ കണക്കനുസരിച്ചാണ് 1.5 HP മോട്ടറും മെഷീനറികളൊക്കെ 1.5 HP മോട്ടറുകളാണ്. അല്ല അത്ര വലിക്കുന്നതാണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് പോലും ഇത്രയും കോഴികൾ ഇപ്പൊ പിടിക്കാറില്ല. ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, സംഭവിക്കും. അതെ. അപ്പൊ അത് ആ ഫാനിന്റെ വർക്കിംഗ് ഞാൻ തോന്നുന്നുണ്ട്. അത് സംശയമൊന്നുമില്ല. ആ 6 ഫാനിന്റെ വർക്കിംഗ് കൊണ്ടും കണ്ടീഷൻ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു കൂളിംഗ് പാഡ് ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കിപ്പോ ഒരു കൂളിംഗ് ഇതിനുള്ളിൽ. ഈ സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ കൂളിംഗ് പാഡ് ഓഫാക്കി വെള്ളം ഇല്ലാന്ന് കൂട്ടിക്കോളി, എങ്കിലും ഇത് തണുത്ത കാറ്റ് വരൂല. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നുണ്ട്, ഇവിടെയാണ് ഇതിന്റെ കൂളിംഗ് നമ്മളിവിടെ നല്ല എന്താ പറയാ നല്ല തണുപ്പ്. ഇതേ ഫീലിംഗ്സ് തന്നെ ആയിരിക്കും അവിടെ എൻഡ് വരെ നമുക്ക് കൂളിംഗ് കിട്ടും. സെയിം ആയിരിക്കും. നമുക്ക് ആ തലക്കെ പോവാം, അത് വരെ ഈ കൂളിംഗ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിന് നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമുണ്ട്. എങ്ങനെ ഇത് വെള്ളം കൂടുതൽ ചെലവാ. ശരിക്ക് ഇതിന്റെ ബാക്കില് ഒരു 2000 ലിറ്ററിന്റെ ടാങ്ക് ആയിരിക്കും ഏകദേശം. അത് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ നമ്മള്. അതില് വെള്ളം ഈ ഇത് വർക്ക് ചെയ്യണനുസരിച്ച് വെള്ളം ഇങ്ങനെ റൊട്ടേഷൻ റിട്ടൈക്കിന് പോവാ. അതില് പോയതിനു ശേഷം പിന്നെ റീഫില്ലിംഗ് ആണ്. പക്ഷെ മെയിൻ വാൾവ് നമ്മള് പൈപ്പ് ഇട്ടിട്ടുണ്ട്. ചെറിയ കമ്മികൾ അങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോ അത് ഫില്ലാവാൻ വേണ്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ കാര്യം ചോദിക്കാൽ ഇപ്പൊ ഇതിന്റെ ഫീഡിങ് അതുപോലെ തന്നെ വെള്ളം എല്ലാം ഓട്ടോമാറ്റിക് വർക്ക്. അതായത് ഇത്രയും 10,000 ഫാം അല്ല 10,000 കോഴി. അപ്പൊ ഏകദേശം ഫീഡിങ് ഇതിനൊക്കെ വലിയൊരു ടൈം ഒന്നും വേണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ഫീഡിങ്ങിന് ടൈം വേണ്ട. ഫീഡ് നമ്മളതായി സാധനത്തില് ഫീഡ് ഫില്ലാക്കി കഴിഞ്ഞാല് ശരിക്കും ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ്. പക്ഷെ നമ്മളത് ഓട്ടോമാറ്റിക് സിസ്റ്റം അല്ല ചെയ്യണത്, മാനുവൽ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാണ്. ഇതിൽ ഫീഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ ഓൺ ആക്കിയാല് കോഴി ഇപ്പൊ ഇത് പാർട്ടേഷൻ ഫുൾ ആണല്ലോ. ഇതില് പകുതി പാർട്ടേഷനിലെ കോഴി ഉള്ളൂന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ പാത്രത്തിന്റെ മേലെ ലോക്ക് ഉണ്ട്. ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫീഡ് ചാടില്ല. ഈ ഫീഡ് ചാടില്ല. അപ്പൊ എത്രത്തോളം കോഴി ഉണ്ട് ആ കോഴിക്ക് അനുസരിച്ചും നമുക്ക് ഇതിൽ ഫീഡ് ഉപയോഗിക്കാം. ടോട്ടലി മൊത്തത്തിൽ നിരത്തി കോഴി ഉണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ ഫീഡ് ഇട്ട് കഴിഞ്ഞാല് അവിടെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പാത്രത്തിൽ ഫില്ലാവും. ലാസ്റ്റ് എന്റെ പാത്രത്തില് ശരിക്കും സെൻസറാണ്. ഈ സെൻസറിന്റെ അടുത്ത് ഫീഡ് ഒരു ഓവറായി വന്നു കഴിഞ്ഞാല് ശരി കട്ട് ഓഫ് ആവും. അങ്ങനെ അതിന്റെ സിസ്റ്റം. അപ്പൊ അതായത് നമ്മളിങ്ങനെ ചാക്ക് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഇല്ല. സാധാ ഫാമിൽ ഇപ്പൊ നമ്മള് ഓരോ പാത്രത്തിൽ ചാക്ക് കയറ്റിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലില്ല. നമുക്ക് ഇവിടെ കൊടുത്തിട്ടാണ് റിസ്ക് അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് അവിടെ ഓണാക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ ഫിറോസ് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇത് നമുക്കറിയാം ആദ്യത്തെ സാധാരണ രീതിയിൽ ഫാമിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ആവശ്യം വരുന്നത് 14 ദിവസം ആ ഒരു ബ്രൂഡിംഗ് ടൈമിലാണ്. അതെ. അപ്പൊ ഇവിടെ നമ്മള് കോഴി പിടിക്കുന്ന ആ ഒരു സമയം വരെ ആ ഒരു ദിവസം വരെ ശരിക്കും കറണ്ട് ആവശ്യമാണല്ലേ? അത് വേണം. ശരിക്കും നമ്മൾ സാധാരണ ഫാമില് ബ്രൂഡിങ് കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ടൊന്നും നമുക്ക് കറണ്ടിന്റെ ആവശ്യം വരുന്നില്ല. അതായത് ചെറിയ ബൾബിന്റെ ലൈറ്റിന്റെ ആവശ്യമുള്ളൂ. ഇതിൽ കോഴി വന്നാൽ തന്നെ സ്റ്റാർട്ടിങ്ങില് ബ്രൂഡിങ് മുതൽ തന്നെ പറയാം, കോഴി പിടിക്കുന്നത് വരെ നമുക്ക് എന്താണോ കറണ്ട് നിർബന്ധം. കറണ്ട് നിർബന്ധം മാത്രമല്ല, കറണ്ട് പോയാൽ നമുക്ക് ജനറേറ്റർ ഉണ്ട്, ഡീസലിന് ചെലവുണ്ട്, കുറച്ചൊരു കോസ്റ്റ്ലി നമുക്ക് ബില്ലും കാര്യങ്ങളും വരുന്നുണ്ട് ഓൾറെഡി ഇതിന്. എങ്കിലും പ്രൊഡക്ഷൻ കോസ്റ്റ് എന്തായാലും കൂടും. പക്ഷെ എങ്കിലും സാധാ ഫാമിലുള്ള ചൂട് പ്രശ്നം, മോർട്ടാലിറ്റി ഇത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ മെച്ചം നമുക്ക് ഈസി ഫാം. ഇവിടെ നമ്മള് വന്നപ്പോ ഇതിപ്പോ ഫിറോസിന്റെ ഫിറോസിന്റെ സുഹൃത്താണ് ഈ ഒരു ഫാം മാനേജ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ 10,000 കോഴികളുണ്ടല്ലേ? 10,000 കോഴികളുണ്ട്. പൊതുവെ ഒരു 2,000-1000 കോഴിനെ വളർത്തുന്ന ഫാമിൽ ഞാൻ പലതവണ പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യണം. അതായത് ഒന്നിക്ക് മെഷീന് അല്ലെങ്കിൽ നമ്മൾ കാലേറ്റും ഡെയിലി ഇളക്കില്ലെങ്കിൽ അത് അമർന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഇളക്കാൻ പറ്റില്ല. അത് സ്മെല്ല് കൂടി വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് ഡെയിലി ഡെയിലി ഇളക്കണം. അപ്പോഴാണ് കോഴിക്ക് വെയിറ്റ് വരും ചെയ്യും, വളർച്ച കൂടും ചെയ്യുള്ളൂ. അപ്പൊ ആ ഡെയിലി ഇളക്കുകയും പിന്നെ നമ്മൾ ഈ എയറും കൂടെ ഉള്ളതുകൊണ്ടാണ് സ്മെല്ലില്ല.
പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളപാത്രം നിപ്പിള് ഡെയിലി തുടച്ച് അത് വൃത്തിയാക്കുക. തുറക്കണം. അല്ലെങ്കിൽ ആ തുപ്പ് അതിൽ കുടുങ്ങി കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. അത് കോഴിക്ക് കേടായിട്ട് വരും. അപ്പൊ ഡെയിലി ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കൾ, ഇവിടെ ഈ ഒരു ഫാം ഇത്രയും പെർഫെക്റ്റ് ആയി നിൽക്കുന്നത്. ഇദ്ദേഹം ഇതിപ്പോൾ ഇത്രയും ഹൈടെക് ഫാം ആണെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഡെയിലി ലിറ്ററൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇളക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഇവിടെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഫിറോസ്, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ടെക്നോളജി നമ്മൾ എന്താ പറയുക ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഈ ഒരു ബ്രോയിലർ കോഴിനെ വളർത്തി ഈ AC-ലൊക്കെ വളർത്തിയിട്ട് എന്ത് കിട്ടാനാണ് നമുക്കറിയില്ല. ഇതിന്റെ മാർക്കറ്റിംഗ് എപ്പോഴും പ്രശ്നം തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് AC ഇല്ലാതെ നമ്മളെ കേരളത്തിൽ കോഴിനെ വളർത്താൻ പറ്റില്ല. സംശയമൊന്നുമില്ല. കാരണം ചോദിച്ചാലേ ഇപ്പൊ ഈ ഒരു ഫാം വന്നതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് വിളിച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി. കോഴിക്കോട്, കൊയിലാണ്ടി, കോട്ടയം, എറണാകുളം ഭാഗങ്ങളിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇവരൊക്കെ എന്താ പറയണമെന്ന് വിചാരിച്ചാൽ ഇനി നമുക്ക് നാട്ടില് സാധാ കോഴി ഫാം പോലെ വളർത്താൻ സാധിക്കില്ല. ഓൾറെഡി ചൂട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളെ വീട്ടിലൊക്കെ ഇപ്പൊ AC ഇല്ലാത്ത വീടില്ല. പണ്ടൊന്നും ഇപ്പൊ AC ഇല്ലല്ലോ. അതുപോലെ തന്നെ ചില ഫാമേഴ്സ് ഇപ്പൊ ചെയ്യുന്ന കാർ വാഷറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉച്ചക്കൊക്കെ ചൂട് അടിക്കുന്നുണ്ട്. എത്രയോ മോട്ടർ അടിക്കുന്നുണ്ട്, പമ്പ് വെച്ച് അടിക്കുന്നുണ്ട്, കാർ വാഷ് വെച്ച് അടിക്കുന്നുണ്ട്. നിവർത്തില്ല, ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഓരോ കോയിന് മുക്കിയിടുന്ന ഫാമേഴ്സ് എനിക്കറിയാം നമ്മളെ നാട്ടില്. കാരണം അത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ ഈ ഫാം കുറച്ച് കോസ്റ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് ഭാവിയിലേക്കുള്ള ഒരു ടെക്നോളജി തന്നെയാണ്. ടെക്നോളജി, അത് സംശയമില്ല. ഇനി ഒരു 2-3 വർഷം കൊണ്ട് നമ്മളെ നാട്ടില് കേരളത്തിൽ തന്നെ ഒരുപാട് ഫാമുകൾ വരും. എന്റെ അടുത്ത് പല ആൾക്കാരും ഇങ്ങനെ എൻക്വയറി ചെയ്തത് ഇത് AC ഫാം നമുക്ക് എവിടെയാ പോയാൽ കാണാൻ പറ്റുന്നത്. നമ്മള് ഫിറോസിന്റെ പേരും അഡ്രസ്സും ഞാൻ പൊതുവെ കൊടുക്കാറില്ല. കാരണം നമുക്കറിയാം ഒരു ഫാമേഴ്സിന്റെ കാര്യം വെച്ചാൽ എന്തായാലും തിരക്കും കാര്യം. ബുദ്ധിമുട്ട് തന്നെ. അപ്പൊ ജസ്റ്റ് അവർക്കൊക്കെ വേണ്ടിട്ട് ഇതിന്റെ വർക്കിംഗ് ഇതാണെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് നമുക്ക് വേണ്ടിട്ട് ഈ ഒരു വിലപ്പെട്ട സമയം നീക്കിയത് ഒരുപാട് നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ് സുഹൃത്ത്. ഇവരാണ് റിസ്ക് ഫുള്ള്. അതായത് ഇവരാണ് ഇത് സ്റ്റാർട്ടിങ് കോഴി മെയിൻ കംപ്ലീറ്റ് ചെയ്യണത് ഇവനാണ്. ഫിറോസിന് ഞാനൊരു പ്രൊഡക്റ്റ് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫാമിൽ ദുർഗന്ധ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. പക്ഷെ ആ ഒരു കാര്യം ഇവിടെ ആവശ്യമില്ല, കാരണം നമുക്ക് സ്മെല്ലില്ല. പക്ഷെ ഇത് നമുക്ക് ഫാമിൽ കോഴി പിടിച്ചു കഴിഞ്ഞ ശേഷം ക്ലീനിങ്ങിന്റെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. സ്റ്റെറിക്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ എന്നും പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇവിടെ കോഴിയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറയാം. ഇതൊരു ഗിഫ്റ്റായിട്ട് നമ്മളിവിടെ കൊടുക്കുകയാണ്.